ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലം വാട്ടർഫോൾസോട് കൂടി, നല്ല ടേസ്റ്റി ഫുഡോട് കൂടി, ധാരാളം വ്യൂ പോയിൻറ്റ്സോട് കൂടി ഉള്ള ഒരു കിടിലൻ ഹോം സ്റ്റേ. ഈ ഹോം സ്റ്റേയിൽ ബാച്ചിലേഴ്സിനും പറ്റും, അതുപോലെ തന്നെ ഫാമിലീസിനും അടിപൊളിയാണ്, ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഹോം സ്റ്റേ ആണ്. പിന്നെ കുറച്ചുകൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്, അതെടുത്ത് പറയണം. അപ്പോൾ ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് താമസിച്ചത്, ഫാമിലിയായിട്ട് മുമ്പ് താമസിച്ചത് അവിടെയാണ് കേട്ടോ. ആ ഒരു കോട്ടേജിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അവർ മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനായിട്ട് കുറച്ച് എക്സ്റ്റെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്, മുകളിൽ ഷീറ്റൊക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ കോട്ടേജ്. റൂംസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. അകത്തിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ചായയൊക്കെ ഇടാനായിട്ട്. വാഷ്റൂമും കൂടെ. ഓ മൈ ഗോഡ്, ഇത് ആക്ച്വലി ഓപ്പൺ ബാത്റൂമാണല്ലോ. കൊള്ളാം. അപ്പോൾ അതെ, നമ്മൾ വാട്ടർഫോൾസിൽ ഒന്ന് ജസ്റ്റ് ഇറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആരോ മാർക്കൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അതെ, ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, ഒരു ഡെക്ക്. പക്ഷേ ഇപ്പോൾ മഴയുണ്ട്, നമ്മളിങ്ങോട്ട് വരുന്നില്ല. എന്തായാലും അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും അങ്ങോട്ട് പോകാം. അതെ, ഇതാണ് നമ്മുടെ ഒരു വാട്ടർഫോൾസ് കേട്ടോ. അപ്പോൾ ഹെവി റെയിൻ ആണെങ്കിൽ ഇവിടെ ആരും ഇറങ്ങരുത്. ഇവിടെ വലിയ ആഴമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഇരുന്ന് കുളിക്കുകയായിരുന്നു. ഇത് വാട്ടർഫോൾസ് 1, താഴെ വാട്ടർഫോൾസ് 2. ഇവിടെ അതെ, റെസ്റ്റോറൻറ്റ് ഇതോ അവിടെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഒരു പ്രാവിൻ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാഷൻ ഫ്രൂട്ടൊക്കെ പടർത്തിയിട്ടുണ്ട്. പിന്നെ കഴിക്കുന്ന സ്ഥലം കണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേ എടുക്കുന്നവർക്ക് ഈ ഒരു ഡെക്ക് ലോഡാണ് കേട്ടോ. ഫുൾ ടൈം എന്ന് വെച്ചാൽ നൈറ്റ് നമുക്ക് ഇവിടെ തന്നെ വേറെ ഗസ്റ്റുകളൊന്നും വരത്തില്ല. ഇത് നമുക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ രാത്രിത്തെ എൻജോയ്മെൻറ്റൊക്കെ, പാട്ടും ബഹളവും ഒക്കെ. അതും ഈ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആംബിയൻസിൽ അടിച്ച് പൊളിക്കാം. സമയം രാവിലെ 6:30. നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലെയുള്ള പ്രഭാത കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ചെറിയ ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത്. ചെറുതായിട്ട് നമുക്ക് കാണാൻ കണ്ട ആ ഭാഗത്ത്. അത് എന്തായാലും നമുക്ക് കുളിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യും. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. പക്ഷേ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ശരിക്കും കാടല്ല കേട്ടോ. എന്തായാലും സംഭവം പൊളി വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വന്നപ്പോൾ ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ. ഇതിന് മുമ്പ് ഞങ്ങൾ വന്നിരുന്നു, ഫാമിലിയായിട്ടൊക്കെ ഞാൻ വന്നിരുന്നു കേട്ടോ, കഴിഞ്ഞ വർഷം. പക്ഷേ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു, ഫുൾ ടൈം മഴയായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങാനേ പറ്റാത്ത രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്ര മഴയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര ശക്തിയായിട്ട് മഴയില്ല. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാൻ പറ്റി. മൊത്തത്തിലൊരു നല്ല ആംബിയൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും സംഭവം പൊളി, കിട്ടില്ല ഹോം സ്റ്റേ കേട്ടോ, ഒരു രക്ഷയില്ല. രാവിലെ നമ്മൾ എണീറ്റ് വന്നുമ്പോൾ ഇഷ്ടം പോലെ കിളികളുടെ കരച്ചിലാണ് കേട്ടോ. ഇപ്പോൾ തന്നെ കേൾക്കാൻ പറ്റും. കിട്ടില്ല വ്യൂ, അതുകൊണ്ടോ കിളികളൊക്കെ പറഞ്ഞു. നമുക്കെന്തായാലും രാവിലെ ഒരു ചെറിയ ട്രെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ ആ ഒരു ഓപ്പൺ ഡെക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ അതെ, നമ്മുടെ രാവിലത്തെ ആ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലായിടത്തും ഇത്തിരി നനഞ്ഞ് നടക്കാണ്, വഴക്കിലുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. എവിടെയും തടസ്സമൊന്നുമില്ല. കുറേ നാച്ചുറൽ വാട്ടർഫോൾസൊക്കെ പോകുന്നുണ്ട്. അത് ആക്ച്വലി വാട്ടർഫോളല്ല, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും ഉണ്ടോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴേ, ഞാൻ ഫാമിലിയായിട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു, ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും വന്ന സ്ഥിതിക്ക് ട്രെക്കിങ്. അതിപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിക്കകത്തൂടെ തന്നെയാണ് വാക്കിങ്ങിന് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതൊക്കെ ഫുൾ അവരുടെ ഏരിയ തന്നെയാണ്. അവരുടെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ.
മഴ. അവിടെ അവിടെയായിട്ട് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അത് അവിടെയുണ്ട്, അവിടെയുണ്ട്, പിന്നെ അപ്പുറത്തുമുണ്ട്. ഇതേനായിരിക്കും ഒഴുകി അവിടെ എത്തുന്നത്. നല്ലൊരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. കുറേ വള്ളി പടർപ്പുകളൊക്കെ ആയിട്ട് കൊള്ളാം. തെങ്ങാതെ സൂക്ഷിച്ചാൽ മതി. ഷൂസ് എടുത്തിട്ട് തെങ്ങുന്നുണ്ട്. ഗ്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. വരുമ്പോൾ ഇത്തിരി ഗ്രിപ്പൊക്കെ ഉള്ള ഷൂസോ എടുത്തുകൊണ്ട് വരാൻ നോക്കുക. നമ്മൾ ഒരുപാട് താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇതൊക്കെ തിരിച്ച് കയറേണ്ടി വരും. അതും കൂടെ ഓർക്കണേ. ഇതുള്ള അല്ലേ ഫുള്ള് മുളങ്കൂട്ടം. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ അരുവി ഒഴുകുന്നു. ചെറിയ അരുവിന്ന് പറയാൻ പറ്റില്ല. അവിടെ വെള്ളം പോയി വാട്ടർഫോൾസ് പോലെ മാറുന്നുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അത് നമ്മളൊരു വലിയ പാറയുടെ മുകളിൽ നിൽക്കുകയാണ്. വെള്ളമൊക്കെ അവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയതാ. അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ഈ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്താണ് പോകേണ്ടത്. അപ്പോൾ അതെ ഞങ്ങൾ ഒരുപാട് കയറി. ഇതൊരു വാട്ടർഫോൾ ഹൈക്കിംഗ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു സെക്കൻഡ് വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഹൈക്ക് ചെയ്ത് പോവുകയാണ്. അതായത് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ വാട്ടർഫോൾസ് വഴി തന്നെ കയറുവാണ്. അപ്പം ഷൂസൊക്കെ ഇടാണെങ്കിൽ പണി കിട്ടും. ഞാൻ നന്നായിട്ട് നനഞ്ഞ് അതിൽ പാറകൾ വഴിയാണ് കയറുന്നത്. അപ്പോൾ തെന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ചെരുപ്പിട്ട് വന്നിട്ട് വേണമെങ്കിൽ ചെരുപ്പ് കയ്യിലെടുത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്ഥിരം ഹൈക്കിംഗ് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ദൂരം കഷ്ടപ്പെട്ട് ഹൈക്ക് ചെയ്ത് നമ്മളിതാ വാട്ടർഫോൾസിൽ എത്തി. ഇവിടെ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് കുളിക്കാം. ഇവിടെ ഒരു ചെറിയ പൂള് പോയൊക്കെ ഉണ്ട്. വലിയ ആഴമൊന്നും കേട്ടോ. അതാ അവിടെ ഇത്തിരി അതെ. പക്ഷെ എന്തായാലും ഇവർ ഗൈഡ് കൂടെ വരും, അതുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും റിസ്ക്കിയാണ്, അത് ഞാൻ പറയുന്നു. വരുമ്പോൾ ഇത്തിരി ഗ്രിപ്പുള്ള ഷൂസ്, വാട്ടർപ്രൂഫ് ഷൂസ് അല്ലെങ്കിൽ നല്ല ചെരുപ്പ് ഏതെങ്കിലും ഇട്ടുക. ചെരുപ്പില്ലെങ്കിലും പാറയിൽ കൂടെ നടക്കുമ്പോൾ തെന്നുന്നുണ്ട്. അപ്പം പിന്നെ ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കരുത്. വഴിയും തെറ്റും, ഡേഞ്ചറസുമാണ്. അതാണ് നമ്മുടെ റൂം. അപ്പോൾ ഈ ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങുന്നവരെ ഈ ഒരു ട്രീ ടോപ്പ് ഡെക്കിലായിരുന്നു കേട്ടോ. എന്തായാലും രാവിലത്തെ കാഴ്ചകളുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും വ്യൂസൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കേ, അടിപൊളി. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. വാട്ടർഫോൾസിൻ്റെ ആ ഒരു സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും എവിടെ നിന്നാലും. ഒരു പള്ളിയാണെന്ന് തോന്നുന്നു അവിടെ. അതാണ് അവരുടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടുന്നൊരു സ്പോട്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. അവിടെയാണ് കൂടുതൽ നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്നത്. അപ്പോൾ അതെ ഇതാണ് നമ്മൾ ട്രെക്കിങ് രാവിലെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുവഴി കയറിപ്പോവും. എന്തായാലും ഇവിടെയും നല്ല അടിപൊളി വ്യൂസാണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ ഇരുന്ന് അങ്ങനെ റിലാക്സ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കണ്ടോ, നല്ലൊരു ലൊക്കേഷൻ അല്ലേ ഇത്. കിട്ടില്ല വ്യൂ. നമ്മുടെ സൺസെറ്റ് വാലി പാഞ്ചാലിമേട്, ഇത് ആക്ച്വലി നമ്മുടെ 2ാം തവണയാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. മുമ്പ് ഫാമിലിയായിട്ടാണ് വന്നത്, ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട്. അപ്പം ആ ഒരു ആംബിയൻസും കൂടെ എന്താ പറയുക എക്സ്പീരിയൻസും കൂടെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ല ഹെവി റെയിൻ ആയിരുന്നു. വാട്ടർഫോൾസിലൊന്നും അങ്ങനെ കുളിക്കാൻ പറ്റിയില്ല, ഡേഞ്ചറാണ്. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു ചെറിയ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വെള്ളമൊക്കെ അത്യാവശ്യം നമുക്ക് കുളിക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ ഒരു നാച്ചുറൽ പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 വാട്ടർഫോൾസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ഈ ഒരു കോട്ടേജിന് ഞങ്ങളെടുത്ത കോട്ടേജിന് വന്ന റേറ്റ് എന്ന് പറയുന്നത് 8,000 ആണ് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നറുണ്ട്, അതുപോലെ തന്നെ രാവിലെ ഉള്ളൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്നൊരു വെർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ 4 പേര് ഉണ്ടായിരുന്നു അലോ ചെയ്യും. എനിക്കൊന്ന് 5 പേര് അലോ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് വിളിക്കുന്നതിന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. 5 പേർക്ക് 8,000 കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഞങ്ങൾ, കാരണം ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ അതൊരു വെർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം മാത്രമല്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ഡിന്നറൊക്കെ നല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു കിട്ടുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് ഏറ്റവും കൂടുതൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതും പൊളിയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, സൺസെറ്റ് വാലി പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.